I'm Vijay Snar, former officer for Corporation of India, current affairs in the പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ന്യൂസ്, ഇസ്രായേലി സ്ട്രൈക്സ് അക്രോസ് ഗാസ കിൽ ഓർ 400 പാലസ്റ്റീനിയൻസ്. ഇത് ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ഹിന്ദുവിൽ വരാതിരിക്കുകയായിരുന്നു. കാരണം നമുക്കറിയാം ട്രൂസ് ആയിരുന്നു, സീസ് ഫയർ ആയിരുന്നു ബിറ്റ്വീൻ Israel and Hamas for the last I think around 40 to 41 days. The first phase of ceasefire agreement was there. അപ്പോൾ അത് ഇപ്പോൾ എക്സ്പയർ ആയി. ഇനി സെക്കൻഡ് ഫേസ് ഓഫ് ട്രൂസ് അല്ലെങ്കിൽ സീസ് ഫയർ അഗ്രിമെന്റ് ഉണ്ടാക്കാൻ ഈജിപ്തിലൊക്കെ ഖത്തറും ഈ ഇസ്രായേലും ഹമാസും എല്ലാം കൂടെ ചേർന്നിരുന്ന് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇസ്രായേല് ഒരു മാസീവ് അറ്റാക്ക് started in Gaza and around 400 Palestinians were killed and entire peace process will be derailed because of this. And again this Gaza will face a എന്താ പറയുന്ന ഒരു ഓൺസ്ലാട്ട് ഓഫ് ഇസ്രായേലി ഫോഴ്സസ്. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ദിസ് ഈസ് നോട്ട് ഗുഡ് ഫോർ ദ ഹ്യൂമാനിറ്റി. അതുപോലെ അവിടുത്തെ പാവപ്പെട്ട ആൾക്കാരുടെ ഇനി അവർ അങ്ങനെ അറ്റാക്ക്, പിന്നെ ഹമാസിന്റെ ആയാലും മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ ഇസ്രായേൽ കുറച്ചുകൂടി റെസ്ട്രെയിൻ പുലർത്തേണ്ടതാണ്. ഇപ്പൊ അമേരിക്കയുടെ ഫുൾ സപ്പോർട്ടാണ് ഇസ്രായേലിന്, ബിക്കോസ് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഈസ് വെരി aggressively supporting Israeli government, and in his first tenure also he was like that only. He only declared the official capital of Israel as Jerusalem. Previously even American administration was also not ready to declare Jerusalem as the official capital of Israel. അതൊരു ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി ആയിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ ട്രംപ് ഫസ്റ്റ് ടൈമിലാണ് ഇസ്രായേലിന്റെ ക്യാപിറ്റൽ ജെറുസലേം ആണെന്ന് ഓപ്പൺലി അവർ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോഴും ഇന്ത്യ എന്നത് അംഗീകരിച്ചിട്ടില്ല നമ്മളെ, അതുകൊണ്ട് എംബസിയൊക്കെ എപ്പോഴും ടെല്ലവീവിലാണ്, അല്ലാതെ ജെറുസലേമിലല്ല. അതുപോലെ ഗോലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗോലാൻ കുന്നുകൾ എന്നറിയപ്പെടുന്ന, മലയാളത്തിൽ അറിയപ്പെടുന്ന പ്രദേശം, ഇറ്റ് വാസ് ക്യാപ്ചേർഡ് ബൈ ഇസ്രായേൽ from Syria, and that is also a disputed territory. But the Trump administration in its first time declared that Golan Heights is also a part of Israel. അങ്ങനെ ആ ഒരു രീതിയിൽ ഭയങ്കര സ്റ്റെഡ്ഫാസ്റ്റ് സപ്പോർട്ട് ഇസ്രായേലിന് കൊടുക്കുന്ന ആളാണ് ട്രംപ്. സോ now Israel is more emboldened to do all these things because they will get all kinds of support from the Trump administration. അത് അവർക്ക് അറിയാം. അപ്പൊ എന്തായാലും അതാണ് ഫസ്റ്റ് ന്യൂസ്. സെക്കൻഡ് ന്യൂസ്, EC Reliance to hear please to upload booth wise turnout. അത് സുപ്രീം കോടതിയിൽ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ECI ഇന്നലെ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ബൂത്ത് വൈസ് ആയിട്ടുള്ള ഈ ഇലക്ഷന്റെ ടേൺ ഔട്ട് ഡേറ്റ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ അവർ റെഡിയാണെന്ന് ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പറഞ്ഞു. അത് ADR, അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടനയുണ്ട്. അവർ സുപ്രീം കോടതിക്ക് എടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനെ വിസമ്മതിച്ചു. ബിക്കോസ് ദർ ഇസ് നോ സച്ച് ക്ലോസ് ഇൻ ദർ എന്താ പറയുന്ന അവരുടെ ദർ ഇസ് നോ സച്ച് ക്ലോസ് എന്നാണ് അവർ പറഞ്ഞിരുന്നത് പിന്നീട് ഇലക്ഷൻ കമ്മീഷന്റെ ബൈലക്കകത്ത് അവരുടെ നിയമ സംഹിതകൾക്കകത്ത്. പക്ഷെ ഇപ്പൊ അത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞേക്കാം ഓക്കെ ഞങ്ങൾ അത് ചെയ്യാൻ റെഡിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതൊരു വലിയ ന്യൂസ് ആയിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് സ്റ്റാർട്ടിംഗ് ദ പ്രോസസ് ഓഫ് മാൻഡേറ്ററിലി ലിങ്കിങ് ആധാർ വിത്ത് വോട്ടർ ID കാർഡ്. അതിനൊരു കാരണമുണ്ട്. വോട്ടർ ID കാർഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ ചിലപ്പോൾ ഒരു വോട്ടർ ID കാർഡിന്റെ സെയിം നമ്പർ ആയിരിക്കും കേരളത്തിലെ ഒരു വോട്ടർ ID കാർഡിന്. മാനുവലായിട്ട് വോട്ടർ ID കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള ഡിസ്ക്രിപ്പൻസീസ് സംഭവിച്ചതാ. പക്ഷെ എന്നാലും ആ രീതിയിൽ കള്ളവോട്ടൊക്കെ വരാനുള്ള സാധ്യത കുറവാണ്. ബട്ട് സ്റ്റിൽ മെനി പൊളിറ്റിക്കൽ പാർട്ടീസ് raised objections to such kinds of issues, and that's why Election Commission of India is actively considering linking our electoral ID cards with the Aadhaar. Then these kinds of duplication can be easily removed, easily identified also. അല്ലേ, ഇപ്പൊ എന്റെ ആധാറിന് എന്നെ ഇലക്ഷൻ ID കാർഡ് ആയിട്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ കള്ളവോട്ട് നടക്കുമോ? അപ്പം അത് ചെയ്യാൻ പോയാ നൗ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് ഡിസ്കഷൻസ് വിത്ത് UIDAI ഫോർ ഡൂയിങ് ദിസ് തിങ്, linking of Aadhaar with electoral ID card. UIDAI, what is UIDAI? You all know what is UIDAI, Unique Identification Authority of India. Unique Identification Authority of India is the body issuing Aadhaar cards to Indian residents. അല്ലേ, അപ്പൊ അതാണ് UIDAI. അപ്പൊ അതും അവിടെ കാണാം. പിന്നെ ഡേ ആഫ്റ്റർ റൈറ്റ്സ്, നാഗ്പൂർ കംസ് അണ്ടർ കർഫ്യൂ വിത്ത് ഹെവി പോലീസ് പ്രസൻസ്, 50 in custody എന്നൊരു ന്യൂസ് കാണാം. നാഗ്പൂരിൽ ഇന്നലെ വലിയ പ്രശ്നമായിരുന്നു. അത് വേറൊന്നുമല്ല, സംഭാജി നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അത് മഹാരാഷ്ട്രയിലാണ്. ഈ സംഭാജി നഗറില് മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസേബിന്റെ
ടോംബ് ഉണ്ട്, ശവകുടീരമുണ്ട്, ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദാറ്റ് പ്ലേസ് എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഡിമാൻഡ് മഹാരാഷ്ട്രയിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ അവിടെ ഓൾമോസ്റ്റ് ഒരു കൈൻഡ് ഓഫ് കമ്മ്യൂണൽ റൈറ്റ് തന്നെ അവിടെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. പക്ഷെ പോലീസ് വളരെ നന്നായിട്ട് നേരിട്ടത് കൊണ്ട് അത് സ്പ്രെഡ് ആയില്ല. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല, നാളെ ഒരു വലിയ വിഷയമായ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്താൽ മതി. തെലങ്കാന ടു ഹൈക്ക് റിസർവേഷൻ ഫോർ SCs ബേസ്ഡ് ഓൺ നെക്സ്റ്റ് സെൻസസ് ഡേറ്റ. അടുത്ത 2026 സെൻസസ്, 2026 സെൻസസ് നടക്കാൻ ചാൻസ് ഉള്ളൂ. 2026 സെൻസസിന്റെ ബേസിൽ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾക്ക് കൊടുക്കുന്ന റിസർവേഷൻ എൻഹാൻസ് ചെയ്യുമെന്ന് തെലങ്കാനയെ പറഞ്ഞേക്കുന്നു. നമുക്കത് ആവശ്യമില്ല, ഇത് തെലങ്കാനയുടെ ഇന്റേണൽ മാറ്റർ ആണ്. തെലങ്കാനയിലെ ഇപ്പോ ഷെഡ്യൂൾ കാസ്റ്റിന് 15% റിസർവേഷൻ ആണുള്ളത്. ദാറ്റ് വിൽ ബി എൻഹാൻസ്ഡ് ബിക്കോസ് during the last 10 or 15 years the population of scheduled caste in Telangana must have increased 2 to 3%, but that data is not available with the government of Telangana because the government of India didn't do the decennial census after 2021 because of the COVID and all. Government delayed that process. Now government is again waiting for again delaying this സെൻസസ് എക്സർസൈസ്. അതിന്റെ കാരണമൊക്കെ വേറെ ഉണ്ട്, ഞാൻ പറഞ്ഞു. ഡീലിമിറ്റേഷൻ എക്സർസൈസ് 2026 നടത്തും മിക്കവാറും ഗവൺമെന്റ്. അതിന്റെ ബേസിലായിരിക്കും മിക്കവാറും, അതിന് വേണ്ടിയിട്ടായിരിക്കും ഈ സെൻസസ് ഒക്കെ നടത്താൻ പോണത്. അതുകൊണ്ട് സെൻസസ് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും സെൻസസിന് ശേഷം ഷെഡ്യൂൾ കാസ്റ്റ് പോപ്പുലേഷന്റെ റിസർവേഷൻ കൂട്ടാൻ തെലങ്കാന പറഞ്ഞേക്കുന്നു. അതിൽ നമുക്ക് അത്ര നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? രേവന്ത് റെഡ്ഡിയാണ്. രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ ചീഫ് മിനിസ്റ്റർ. Putin agrees to pause strikes on Ukraine energy targets. Yesterday, Donald Trump and Vladimir Putin made a telephonic conversation in that Putin agrees to pause strikes on Ukraine energy targets. Actually, Donald Trump's declared objective is to end the war between Ukraine and Russia. Say preliminary steps in that direction. Vladimir Putin agrees to Donald Trump to pause strikes on യുക്രൈൻ എനർജി ടാർഗറ്റ്സ്, എനർജി ഫെസിലിറ്റീസിൽ. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ തൽക്കാലം പോസ്റ്റ് ചെയ്യുന്നല്ല പറഞ്ഞത്. മേ ബി ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ. പക്ഷെ ഇപ്പൊ തൽക്കാലം ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാം. എനർജി ടാർഗറ്റ്സ്, യുക്രൈനിലെ എനർജി ടാർഗറ്റ്സിൽ റഷ്യ തൽക്കാലത്തേക്ക് ഫയർ ചെയ്യുന്നതാണ്. സുപ്രീം കോർട്ട് ടു സീ ഇഫ് ലോക്പാൽ ഹാസ് പവേഴ്സ് ഓവർ ജഡ്ജസ്. ലോക്പാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഹയസ്റ്റ് ആന്റി കറപ്ഷൻ മെക്കാനിസം ആണ് ലോക്പാൽ എന്ന് പറയുന്നത്. ലോക്പാൽ ബില്ലൊക്കെ പാർലമെന്റിൽ അവതരിപ്പിച്ചാണ് ലോക്പാൽ കൊണ്ടുവന്നത്. AM ഖാൻവിൽക്കർ എന്ന് പറയുന്ന ആളാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ലോക്പാൽ. ഖാൻവിൽക്കർ ഫോമർ സുപ്രീം കോടതി ജഡ്ജാണ്. ഖാൻവിൽക്കർ, KHANWILKAR. അപ്പോ ഈ ഇടയ്ക്ക് ലോക്പാൽ ഒരു ഡിക്ലറേഷൻ, ഒരു ജഡ്ജ്മെന്റ് കൊണ്ടുവന്നു. ഹൈക്കോടതി ജഡ്ജസിനെയും ലോക്പാലിന്റെ പരിധിയിൽ കൊണ്ടുവരാം. ഒരു ഹൈക്കോടതി ജഡ്ജിനെതിരെ കറപ്ഷൻ അലിഗേഷൻ കൊണ്ടുവന്നാൽ ദാറ്റ് ക്യാൻ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ ലോക്പാൽ എന്നാണ് അവര് കൊണ്ടുവന്നത്. അവരൊരു വിധി കൊണ്ടുവന്നത്. അതിന് കാരണം പബ്ലിക് സർവൻസിനെ എല്ലാവരെയും ലോക്പാലിന്റെ പരിധിയിൽ കൊണ്ടുവരാമെന്നാണ് ലോക്പാൽ ആക്ട് പറയുന്നത്. സോ ഹൈക്കോടതി ജഡ്ജസ് ആർ പബ്ലിക് സർവന്റ്, സോ ദേ ക്യാൻ ഓൾസോ ബി പ്രോസിക്യൂട്ടഡ് ഇൻ ലോക്പാൽ ഇഫ് ദർ ഈസ് കറപ്ഷൻ അലിഗേഷൻസ് അഗെയിൻസ്റ്റ് ദീസ് ഹൈക്കോടതി ജഡ്ജസ് എന്നാണ് ഇത് വന്നത്. അതൊരു വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അപ്പൊ ലീഗൽ ഫ്രട്ടേണിറ്റിയിൽ സുപ്രീം കോടതി അപ്പോ സ്വമേധയാ സുവോമോട്ടു ആ കേസെടുത്തു. അവരതിന്റെ വിധി ഉടനെ പറയും. അങ്ങനെ ലോക്പാലിന് സുപ്രീം കോടതി ജഡ്ജസിനെ അല്ല, ഹൈക്കോടതി ജഡ്ജസിനെ പബ്ലിക് സർവൻസ് ആയിട്ട് കണ്ടുകൊണ്ട് അവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അവകാശം, ഇപ്പൊ പ്രൈം മിനിസ്റ്ററിനെ വരെ പ്രോസിക്യൂട്ട് ചെയ്യാം ലോക്പാലിന്. അതേ അവകാശം ഹൈക്കോടതി ജഡ്ജിമാരുടെ കേസിൽ ലോക്പാലിനുണ്ടോ എന്നാണ് അവരിപ്പോ വിധി പറയാൻ പോകുന്നത്. ആര്? സുപ്രീം കോടതി പറയാൻ പോകുന്നത്. പിന്നെ സ്റ്റേറ്റ് പേജ് നമുക്ക് ആവശ്യമുള്ള ഈ പേജ് അല്ല, ഈ പേജ്. നെക്സ്റ്റ് സ്റ്റേറ്റ് പേജിലേക്ക് പോകുമ്പോ ഇല്ല, ഇവിടെയും രാജസ്ഥാൻ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ആയി കാണാം. രാജസ്ഥാൻ ഗവൺമെന്റ് announces gram mustard procurement at MSP after criticism by ex-CM Gehlot എന്നൊക്കെ ന്യൂസ് കാണാം. What is MSP? Minimum support price. What is minimum support price? Government of India and various state governments used to declare minimum support price for major agriculture crops in India during the Rabi season and Kharif season. These are the two most important agriculture seasons of India, Rabi season and Kharif season. And in both these seasons, the government of India used to declare MSP, minimum support price, per quintal of
പാഡിക്ക് ക്വിൻ്റലിന് ഇത്ര രൂപ, അല്ലെങ്കിൽ വീറ്റിന് ക്വിൻ്റലിന് ഇത്ര രൂപ, മസ്റ്റാർഡിന് ക്വിൻ്റലിന് ഇത്ര രൂപ, പിന്നീട് അങ്ങനെ അവർ പറയും ഷുഗർ കെയിനിന് എത്ര രൂപ. ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 100 kg അല്ല, ടണ്ണിനല്ല, 1000 കിലോഗ്രാമിനല്ല. ടൺ 1000 കിലോഗ്രാമും ക്വിൻ്റൽ 100 കിലോഗ്രാമാണ്. അപ്പൊ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് എന്ന് പറയുന്ന സംഭവം അതാണ്. അപ്പൊ അത് ഡിക്ലെയർ ചെയ്യുന്ന CCEA ആണ്. CCEA ആണ് സെൻട്രൽ ഗവൺമെന്റിൽ അത് ഡിക്ലെയർ ചെയ്യുന്നത്. CCEA മീൻസ് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ്. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയും ആണ്. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ, ഈ പേജ് വേണ്ട, അതിനടുത്ത പേജിൽ പോകുമ്പോ ഹൈ ബേസ് ഇഫക്റ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കാണാം നിങ്ങൾക്ക്. ഹൈ ബേസ് ഇഫക്റ്റ്. ദിസ് ഈസ് അബൌട്ട് ഇന്ത്യസ് ട്രേഡ് ഡെഫിസിറ്റ്. യെസ്റ്റർഡേ I spoke in length about the trade deficit of India during the month of February. Now the trade deficit is around $14 billion. $14 billion is the trade deficit. What is the trade deficit? Trade deficit is the difference between import and export. So during the last month, India's import and export both shrunk. In import, ഏതാണ്ട് 16.3% കോൺട്രാക്ട് ചെയ്തിട്ട് $50.96 billion ആയിട്ടും, എക്സ്പോർട്ട് 10.9% ഷ്രിങ്ക് ചെയ്ത് $36.91 billion ആയിട്ടും കുറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് ഡിഫറൻസ് അറൌണ്ട് 14 billion അല്ലേ. 50-36 സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര വരും? 14 വരും. അപ്പൊ ഇതാണ് ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നത് എപ്പോഴും നല്ലതാണ്. എങ്ങനെയാണെങ്കിൽ എക്സ്പോർട്ട് കൂടുമ്പം ട്രേഡ് ഡെഫിസിറ്റ് കുറയുന്നതാണെങ്കിൽ നല്ലതാണ്. അത് സ്വാഭാവികമായിട്ട് എക്സ്പോർട്ട് കൂടുമ്പോൾ നമ്മളെ ട്രേഡ് ഡെഫിസിറ്റ് കുറയത്തില്ലേ. എക്സ്പോർട്ടും ഇമ്പോർട്ടും എക്സ്പോർട്ട് നമ്മളുടെ വാല്യൂ ഡിഫറൻസ് ആണ്. അപ്പൊ എക്സ്പോർട്ട് ഈ വാല്യൂ 36 എന്നുള്ള 48 കൂടിയിരുന്ന് കരുതിക്കും. അപ്പൊ $10 billion ആയിട്ട് കുറയും നമ്മളെ ട്രേഡ് ഡെഫിസിറ്റ്. ഇതൊരു $45 billion ആയിട്ട് കൂടിയാൽ $5 billion ആയിട്ട് കുറയും നമ്മളെ ട്രേഡ് ഡെഫിസിറ്റ്. അപ്പൊ എപ്പോഴും എക്സ്പോർട്ട് കൂടി ട്രേഡ് ഡെഫിസിറ്റ് കുറയാൻ നല്ലതാ. പക്ഷെ ഇവിടെ അതല്ല സംഭവിച്ചേക്കുന്നത്. എക്സ്പോർട്ട് കുറഞ്ഞു, ഇമ്പോർട്ടും കുറഞ്ഞു. അതുകൊണ്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞത്. അപ്പൊ അത് നല്ലതെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം എക്സ്പോർട്ട് കുറയുന്നത് രാജ്യത്തിന് നല്ലതല്ല. പക്ഷേ ഈ തവണ എക്സ്പോർട്ട് കുറഞ്ഞത് വലിയ കാര്യമാക്കേണ്ടതില്ലെന്നും എക്സ്പെർട്ടുകൾ പറയുന്നുണ്ട്, ഈ ഫീൽഡിലെ എക്സ്പെർട്ടുകൾ. കാരണം ലാസ്റ്റ് ഇയറിൽ 29 days ഉണ്ടായിരുന്നു ഫെബ്രുവരിയിൽ. ബിക്കോസ് ലാസ്റ്റ് ഫെബ്രുവരി വാസ് എ ലീപ്പ് ഇയർ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ വാസ് എ ലീപ്പ് ഇയർ. അതുകൊണ്ട് ഫെബ്രുവരി ഹാസ് 29 days in 2024. പക്ഷേ 2025 28 days ഉള്ളൂ. അപ്പൊ ആ ഒരു ദിവസത്തിന്റെ വ്യത്യാസം ഇതിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അതിന് ഹൈ ബേസ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് സംഭവിച്ചതാവാം എന്ന് പറയുന്നുണ്ട്. സോ നോ നീഡ് ഫോർ വറി എന്ന് പറയുന്ന എക്സ്പെർട്ടുകളുണ്ട്. അതേസമയത്ത് വേറെ ചില കാര്യങ്ങൾ ഇതിന്റെ ഇടയിൽ നടക്കുന്നുണ്ട്. US പ്രശ്നങ്ങൾ നമുക്കറിയാം. US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ കൗണ്ടർ താരിഫ്സ് ഏർപ്പെടുത്തുന്ന ഒരു ത്രെട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിച്ച് ആർ imposing higher tariffs on American goods. So we will impose counter tariffs on such countries, including USA. That was a statement made by United States of America's President Donald Trump recently. അപ്പൊ ആ ഒരു പേടി ഇന്ത്യയിലെ US എക്സ്പോർട്ട് ചെയ്യുന്ന എക്സ്പോർട്ടേഴ്സിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പോർട്ടേഴ്സ് പലരും US എക്സ്പോർട്ട് കുറച്ചിരിക്കാനും സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഇന്ത്യയുടെ പീയൂഷ് ഗോയല്, ഇന്ത്യയുടെ കൊമേഴ്സ് മിനിസ്റ്റർ US പോയി ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടത്തിയെങ്കിലും അവിടെയും ഈ കൗണ്ടർ താരിഫ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള മെഷേഴ്സ് ഉണ്ടായില്ല. പകരം അവിടെ ബയലാറ്ററൽ ട്രേഡ് അഗ്രിമെന്റ് ഇന്ത്യക്കും US ഇടയിൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും ഇന്ത്യയുടെയും US ഇടയിലുള്ള ട്രേഡ് ബൈ 2030 വർഷത്തോടുകൂടി $500 billion ആക്കുന്നതിനെ കുറിച്ചൊക്കെ ഡിസ്കഷൻ നടന്നുള്ളൂ. അപ്പൊ ഇന്ത്യക്കും US ആണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത്. ചൈന കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചൈനയൊക്കെ പോലെ, യൂറോപ്യൻ യൂണിയനൊക്കെ പോലെ US ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഫോർ ഇന്ത്യസ് എക്സ്പോർട്ടേഴ്സ്. അതുപോലെ ട്രേഡ് ഡെഫിസിറ്റ്, അതൊന്നും ഞാൻ ഇപ്പൊ തൽക്കാലം പറയുന്നില്ല, കുറച്ച് ടൈമിന്റെ കുറവുണ്ട്. അപ്പൊ എന്തായാലും ആ US വരുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയുടെ ഈ ട്രേഡിനെ ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അവിടുത്തെ കൗണ്ടർ താരിഫ് ത്രെട്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പൊ അതൊക്കെയാണ് എഡിറ്റോറിയൽ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇന്ത്യക്ക് അത് കണ്ട് പേടിച്ചിരിക്കാനുള്ള സമയമില്ല. ഇന്ത്യ ഷുഡ് explore other destinations for export. India should diversify our exports to various other countries and to such other
എക്സ്പോർട്ട് ടാർഗറ്റ്സ് ഫോർ ഇന്ത്യ ആർ ചൈന ആൻഡ് UK എന്നും ഇതിന്റെ അകത്ത് അവസാനം പറയുന്നുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്ക് ഫർദർ ആയിട്ടുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള എക്സ്പോർട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തണം. UK-യുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഫൈനലൈസേഷനിലാണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റിന്റെ ഫൈനലൈസേഷനിലാണ്. ഇതെല്ലാം ഫൈനലൈസ് ചെയ്ത് എത്രയും പെട്ടെന്ന് ഫൈനലൈസ് ചെയ്തുകൊണ്ട് ആ രാജ്യങ്ങളിലേക്ക് കൂടുതൽ എക്സ്പോർട്ട് എൻഹാൻസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം, ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇൻ ദാറ്റ് വേ വി ക്യാൻ റെഡ്യൂസ് ദ ത്രെറ്റ് ഫ്രം US കൗണ്ടർ താരിഫ്സ് എന്നാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ പറയുന്നത്. വേറെ ഒന്നുമല്ല, ഈ ട്രേഡ് ഡെഫിസിറ്റ് ഇന്നലെ കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഒരു അനാലിസിസ്, അതാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എ ചേഞ്ച് നൗ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. എ ചേഞ്ച് നൗ എന്ന് പറഞ്ഞ എഡിറ്റോറിയലും ആക്ച്വലി US തന്നെയാണ് അവിടെയും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്, US-ഉം ഇന്ത്യയും. ഇപ്പൊ US-ന്റെ ഇന്റലിജൻസ് ചീഫായ ഇന്ത്യൻ ഒറിജിൻ വുമനായ തുളസി ഗബാർഡ് ഇന്ത്യയിൽ വിസിറ്റ് ചെയ്തു. തുളസി ഗബാർഡ്, ദാറ്റ് വി ഡിസ്കസ്ഡ് യെസ്റ്റർഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ, എക്സെട്ര. Her reason for Tulasi Gabbard's visit to India was to participate in the intelligence summit hosted by India's National Security Advisor Ajit Doval. That was the first intention of her visit. Second intention was to participate in Raisina Dialogue. That also I discussed yesterday. Raisina Dialogue എന്ന് പറയുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഇൻ അസോസിയേഷൻ വിത്ത് ORF, Observer Research Foundation. Observer Research Foundation is a think tank in India. Think tank. That is a think tank in India. Observer Research Foundationും ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ഡയലോഗാണ് റൈസിന ഡയലോഗ് എന്നറിയപ്പെടുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. മ്യൂണിച്ച് സെക്യൂരിറ്റി കോൺഫറൻസിന്റെയും ഷാങ്ഗ്രീല ഡയലോഗ് എന്ന് പറയുന്ന സിംഗപ്പൂരിൽ നടക്കുന്ന കോൺഫറൻസിന്റെ ഒക്കെ ബേസിലാണ് നടത്തുന്നതെന്നൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ പങ്കെടുക്കാനും കൂടിയാണ് ആര് വന്നത്? തുളസി ഗബാർഡ് വന്നത്. ഈ തുളസി ഗബാർഡിനോട് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു, അമേരിക്കയുടെ ടെറിട്ടറി should not be allowed to use by anti-India forces for spreading hatred against India. And their main reference was against SFJ. SFJ means Sikh for Justice. It is an organization started by Gurbantwant Singh Pannun. Gurbantwant Singh Pannun is a declared terrorist in India. He has been charged under UAPA, Unlawful Activities Prevention Act in India, and his organization SFJ was declared a terror organization by government of India. But USA still didn't declare that organization as a terrorist organization in USA. That's why they are scot-free, enjoying all kinds of freedom inside USA, and they are spreading canards against India. That is happening. And Biden administration was reluctant to take action against such kinds of activities of SFJ or its founder Gurbantwant Singh Pannun. അതിനിടയ്ക്ക് ഒരു അസാസിനേഷൻ പ്ലോട്ട് ഈ ഗുർബന്ത്വന്ത് സിംഗ് പന്നുവിനെ ചെയ്യാൻ വേണ്ടിയിട്ട്, അസാസിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ റോക്ക് വേണ്ടി, ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിംഗ് എന്ന് പറയുന്ന ഇന്ത്യയുടെ എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസിയെ റോക്ക് വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ നാഷണൽ ചെയ്തു എന്നുള്ള പേരിൽ അയാൾ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു USA. അതിലന്ന് ഇന്ത്യക്ക് ഇടപെടേണ്ടിയൊക്കെ വന്നു. അപ്പൊ ഇപ്പൊ Donald Trump administration is very much eager to cooperate in all these aspects, and they are actually friendly in all those aspects. And recently Donald Trump, US president, openly declared that the soil of America won't be allowed to use by any extremist elements to act against India എന്ന് അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയാണ്. ഇന്നലെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഈ മാറ്റർ ടേക്കപ്പ് ചെയ്ത് തുളസി ഗബാർഡുമായിട്ട്, എന്നിട്ട് എത്രയും പെട്ടെന്ന് SFJ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡിക്ലെയർ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം അതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടുമാണ് ഇന്നത്തെ എഡിറ്റോറിയൽസ്. പിന്നെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ ഈ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ്. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റീസിൽ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടാണ്, അവിടെ നിന്ന് ഒരു PhD സ്കോളർ ഒരു പെണ്ണിനെയൊക്കെ ഇന്ത്യയിലേക്ക് ഓടിച്ചു വിട്ടു. അതിന്റെയൊക്കെ അടിസ്ഥാനത്താണ് ഈ ആർട്ടിക്കിൾ വന്നേക്കുന്നത്. അത് അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണ്, അതുകൊണ്ട് നമ്മളത് കൂടുതൽ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ അതിന്റെ താഴെ BSNL ഹാസ് ബീൻ ഡയലിംഗ് ദ റോങ് കൺസൾട്ടന്റ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ കാണാം. ഇതെന്തിനെ കുറിച്ചാണെന്ന് വെച്ചാല്, ഇന്ത്യയില് ഒരുപാട് പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗ്ലോബൽ കൺസൾട്ടൻസിനെ വയ്ക്കുന്നു. ഇപ്പൊ BSNLന്റെ കേസ് എടുത്താൽ, ഞാൻ വർക്ക് ചെയ്ത ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലാണ്, അവരും ഇതുപോലുള്ള കൺസൾട്ടൻസിനെ വെച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കോടികളാണ് അതിന് കൊടുക്കേണ്ട പ്രതിഫലം.
ഞാനവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ വൈയും അവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ വൈയാണ് ഏണസ്റ്റ് ആൻഡ് യങ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഓർഗനൈസേഷൻസ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഓരോരോ കൺസൾട്ടൻസ് ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഞാൻ കണ്ടുണ്ട്. ഇവിടെ BSNLന്റെ അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് BCG അപ്പോയിന്റ് ചെയ്തു. BCG മീൻസ് ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. വേൾഡിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ഒരു കൺസൾട്ടന്റ് ആണ് BCG, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്. അവർക്ക് ഈ നഷ്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടത് ഇപ്പോഴാണ് BSNL ഈ വർഷമാണ് ലാഭത്തിലായത്. 132 കോടി 132 crores ആണ് കൊടുക്കുന്നത്. എന്തിനാണ്? ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ. പക്ഷെ ഇതിന്റെ ഓർഡർ പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള നടപടിയാണ്. ഒന്നാമത്തെ കാര്യം, ഈ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് പൈസ വാങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള കൺസൾട്ടൻസി സേവനങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പല സജഷൻസും കൊടുക്കാറുണ്ട് വിത്തൗട്ട് എനി അക്കൗണ്ടബിലിറ്റി. ഈവൻ ആഫ്റ്റർ സ്പെൻഡിങ് ദിസ് മച്ച് എമൗണ്ട് ഓഫ് മണി 132 crores of rupees, they have no accountability, but they are giving suggestions. If BSNL is implementing and those suggestions, and if you consider the situation, BSNL is not getting any positive result after implementing the suggestions of BCG. Appa adur failure ayille our attempt, but still there is no accountability for this BCG for the failure of their recommendation. Adana kuഴപ്പം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാം. ഈ BSNL പോലെ ഒരുപാട് ഓർഗനൈസേഷൻസിന് അവര് ഇതുപോലുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നുണ്ട്. ചിലപ്പം അവരിൽ പലരും കോമ്പറ്റീറ്റേഴ്സ് ആകാം. BSNL ഒരു കോമ്പറ്റീറ്ററിന് വേണമെങ്കിൽ അവർക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും. അപ്പൊ അവിടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഇതിനകത്ത് ഈ പറഞ്ഞ ഇതുപോലുള്ള ഓർഗനൈസേഷൻസിനകത്ത് ഇൻബോൺ ആയിട്ടുള്ള ടാലൻസ് വളർത്തിയെടുത്ത് ആ ഓർഗനൈസേഷനിൽ ഇന്നവേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് കൊണ്ടുവന്ന് അതിന് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഇൻഹൗസ് മെക്കാനിസം ഇല്ലാതായി പോകും. ഈ 132 കോടി ഇവർക്ക് കൊടുക്കുന്ന സ്ഥാനത്ത് ഇന്ത്യയിലെ ടോപ്പ് ലെവൽ ആയിട്ടുള്ള ടാലൻസിന് ഈ പൈസ സ്പെൻഡ് ചെയ്ത് ആ ഓർഗനൈസേഷനിൽ, അത് BSNLോ ഏത് ഓർഗനൈസേഷനോ ആവട്ടെ, അവിടേക്ക് റിക്രൂട്ട് ചെയ്തെടുത്താൽ അവരുടെ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് വരും. ആ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സജഷൻസ് ഉപയോഗിച്ച് ടോട്ടൽ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ലോങ് റണ്ണില് നമ്മളുടെ ഓരോ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷനും ഇതുപോലെ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഉള്ള ഓർഗനൈസേഷൻസ് ആയിട്ട് മാറും. അപ്പൊ ഈ ഗ്ലോബൽ ഇതുപോലുള്ള BCG പോലുള്ള കൺസൾട്ടൻസ് ഫേംസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. ഇപ്പം ഇത്തരത്തിലുള്ള ഒരു എഫിഷ്യന്റ് ഇക്കോ സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് സിസ്റ്റം അതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ കോടികൾ സ്പെൻഡ് ചെയ്ത് ഈ പറഞ്ഞ ആൾക്കാരെ കൊണ്ടുവരാം, ഈ പറഞ്ഞ കൺസൾട്ടൻസിനെ കൊണ്ടുവരുമ്പോൾ. അതാണ് ഇതിന്റെ ഈ ആർട്ടിക്കിളിന്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിനോപ്സിസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ ദ ഡിസ്റ്റോപ്പിയൻ സൈഡ് ഓഫ് ഇൻസ്റ്റാ കൊമേഴ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. ആക്ച്വലി ഞാൻ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആർട്ടിക്കിൾസ് വായിക്കാൻ വേണ്ടി പറയുന്നുള്ളതിനപ്പുറം ഈ ആർട്ടിക്കിളിന്റെ അകത്ത് യഥാർത്ഥത്തിൽ വലിയ കണ്ടന്റ് ഒന്നുമില്ല. ഞാൻ വായിച്ചു നോക്കിയപ്പോൾ സത്യത്തിൽ ദേ ആർ ഡീലിംഗ് വിത്ത് എ വെരി ബിഗ് ഇഷ്യൂ ഓഫ് ഇന്ത്യ. If you take the current scenario of India, many uneducated people are getting jobs through these e-commerce sites. അവരെ ജിഗ് വർക്കേഴ്സ് എന്നാ പറയുന്നത്. പക്ഷെ ആ ജിഗ് വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് ഒരുപാടാണ്, മാനിഫോൾഡ് ആണ്. അവർ ഫേസ് ചെയ്യുന്ന ഒരുപാട് കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ഉണ്ട്. അവരെ സ്ലേവ് പോലെ കൺസിഡർ ചെയ്യുന്ന ഒരുപാട് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പൊ ഈ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഇഫക്റ്റീവ് ആയിട്ടുള്ള റൂൾസ് ഒന്നും ഇതുവരെയ്ക്കും ഇല്ല. കർണാടകത്തിലും രാജസ്ഥാനിലും ഈ ജിഗ് വർക്കേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് റൂൾസ് കൊണ്ടുവന്നു. പക്ഷേ രാജസ്ഥാനിൽ ആ റൂൾ കൊണ്ടുവന്നപ്പോൾ തന്നെ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് പരാജയപ്പെട്ട് പുറത്തുപോയി. നൗ BJP ഗവൺമെന്റ് കെയിം ടു ഓഫീസ്. ദേ ആർ നൗ റൂളിംഗ് Rajasthan, but BJP government is not showing any kinds of proactivism to implement those rules constituted by the previous Congress government. അതാണ് രാജസ്ഥാനിൽ. ഇനി കർണാടകത്തിൽ ഇപ്പൊ അതാ സിദ്ധരാമയ്യ ഗവൺമെന്റ് തന്നെയാണ് അത് കൊണ്ടുവന്നത്, ഈ ജിഗ് വർക്കേഴ്സിന്റെ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി കുറെ റൂൾസ്. പക്ഷേ ഈ ജിഗ് വർക്കേഴ്സിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ഈ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ, ഇപ്പൊ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്ലാറ്റ്ഫോംസ്, അല്ലെങ്കിൽ അർബൻ കമ്പനിയൊക്കെ പോലുള്ള പ്ലാറ്റ്ഫോംസ്, അവർക്ക് വലിയ സംഘടനയുണ്ട്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒക്കെ പോലുള്ള സംഘടനകൾ. ഇവര് പോയി കർണാടക ഗവൺമെന്റിൽ പ്രഷർ ചെയ്ത് ഇതുവരെയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അവര് കോൾഡ് സ്റ്റോറേജിൽ വച്ചേക്കുക. നിയമം കൊണ്ടുവന്നേ ഉള്ളത്, ഇംപ്ലിമെന്റ് ചെയ്തില്ല. അപ്പൊ ഈ ജിഗ് വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പ്രോആക്റ്റീവായിട്ട് പോസിറ്റീവായിട്ട് കൺസിഡർ ചെയ്ത് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയോ ഇന്ത്യയിലെ വേരിയസ് സ്റ്റേറ്റ് ഗവൺമെന്റുകളോ തൽപരരല്ല.
കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെന്റുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അല്ലാതെ ഇൻഡെപ്ത് ഈ ജീവനക്കാരുടെ ഈ ജിഗ് വർക്കേഴ്സിന്റെ പ്രോബ്ലംസ് ഒന്നും ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റിൽ യു ക്യാൻ റീഡ് ഇറ്റ്. ഓക്കെ, ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ നല്ലൊരു ആർട്ടിക്കിൾ ഉണ്ട്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇതൊരു ഇന്റർനാഷണൽ ഇഷ്യൂ ആണെങ്കിലും ഇതിൽ ഇന്ത്യയെ കൂടെ, ഇത് ആക്ച്വലി പാകിസ്ഥാന്റെ ഇന്റേണൽ മാറ്റർ ആണ് ബലൂചിസ്ഥാൻ വിഷയം. ബിക്കോസ് ബലൂചിസ്ഥാൻ ഈസ് എ province of Pakistan. In fact, Balochistan is the biggest province in Pakistan. Around 44% of Pakistan land mass is occupied by Balochistan, but only 5% people of Pakistan are living in Balochistan. 5% ആൾക്കാരെ ബലൂചിസ്ഥാനിൽ താമസിക്കുന്നുള്ളൂ പാകിസ്ഥാനിൽ. പക്ഷെ 44-45% പാകിസ്ഥാന്റെ ലാൻഡ് മാസ് ഓക്യുപ്പൈ ചെയ്യുന്ന ബലൂചിസ്ഥാനിലാണ്. പക്ഷെ അത് പാകിസ്ഥാനിലെ ഒരു പ്രൊവിൻസ് ആണെങ്കിലും Pakistani administration is always accusing India of supporting extremism or separatism in Balochistan. ഇപ്പം തന്നെ ഇപ്പൊ അവിടെ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്ത ഇൻസിഡന്റ് ഉണ്ടായി. അതിനും ഇന്ത്യയാണ് അവർ പാകിസ്ഥാൻ ബ്ലെയിം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയാണ് ഇതിന്റെ ബാക്കിൽ അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്. ആക്ച്വലി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇത് ചെയ്തത്. അവർക്ക് ഒബ്വിയസ്ലി സപ്പോർട്ട് ഉണ്ട്. തെഹ്രീക്ക് താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാനി താലിബാന്റെ കയ്യിൽ നിന്ന്, അവരുടെ ഹാൻഡ്ലേഴ്സ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ റൂളേഴ്സ് ആയിട്ടുള്ള താലിബാന്റെ കയ്യിൽ നിന്നും ഒക്കെ സപ്പോർട്ട് ബിയിലേക്ക് കിട്ടുന്നുള്ള എവിഡൻസസ് ഉണ്ട്. ഇന്ത്യക്ക് ഇതിൽ താല്പര്യം ഒരു വശം ഉണ്ടായിരിക്കും. കാര്യം ഇന്ത്യക്ക് കാശ്മീരിൽ പാകിസ്ഥാനായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഒരു കൗണ്ടർ പണിയായിട്ട് നമ്മൾ ചിലപ്പോൾ ബലൂചിസ്ഥാനിൽ ഇൻവോൾവ് ചെയ്യാൻ നമുക്കും താല്പര്യം കാണും. പക്ഷേ ഇന്ത്യയുടെ റോക്കൊക്കെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഒക്കെ, പക്ഷേ ഇന്ത്യക്ക് അവർക്ക് ആയുധങ്ങളെ കൊടുത്ത് സഹായിക്കാൻ കുറെ ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇന്ത്യയുടെ അതിർത്തിയിലല്ല ബലൂചിസ്ഥാൻ കിടക്കുന്നത്, ഇറാന്റെ അതിർത്തിയിൽ ബലൂചിസ്ഥാനുണ്ട്. പക്ഷെ ഇറാനും ആക്റ്റീവായിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ മൂവ്മെന്റിന് നിന്ന് ഹെൽപ്പ് ചെയ്യുന്നില്ല. കാര്യം ഇറാന്റെ മേഖലയിലും കുറച്ച് ബലൂചിസ്ഥാനുണ്ട്. അപ്പൊ അത് ഇറാനില് ഭാവിയിൽ ഒരു ഇതുപോലുള്ള സെപ്പറേറ്റിസ്റ്റ് തിങ്കിങ് ഉണ്ടാവുമെന്നും ഒക്കെ പേടിച്ചിട്ട് ഇറാനും വലുതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ഇന്റർനാഷണൽ ബാക്കേഴ്സ് കുറവാണ് ഈ ബലൂചിസ്ഥാൻ മൂവ്മെന്റ്. പക്ഷെ സ്റ്റിൽ അവർക്ക് എവിടെ നിന്നൊക്കെയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അവർക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. അവർ നല്ല രീതിയിൽ ഇപ്പം പാകിസ്ഥാൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവർ നല്ല രീതിയിൽ ഇപ്പം പാകിസ്ഥാനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അത് പാകിസ്ഥാൻ ഒരു ബിഗ് ഹെഡേക്ക് ആയിട്ട് മാറുന്നുണ്ട്. അത് ഇതിന്റെ ഒരു ഹിസ്റ്റോറിക് ആസ്പെക്ട് ഉണ്ട്. വൈ ബലൂചിസ്ഥാൻ ഈസ് ടാർഗറ്റിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പാകിസ്ഥാൻ. അതിന് മെയിൻ റീസൺ എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. പണ്ട് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം പാകിസ്ഥാനിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോയതും ഇതിന്റെ പേരിലാണ്. കാര്യം എപ്പോഴും പാകിസ്ഥാനിൽ പഞ്ചാബ് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയുണ്ട്, ഒരു പ്രൊവിൻസ് ഉണ്ട്. അവരുടെ ഭരണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അതേസമയത്ത് ഈസ്റ്റ് പാകിസ്ഥാൻ എന്ന് പറയപ്പെടുന്ന ബംഗ്ലാദേശിനൊന്നും അവർ യാതൊരു ഭരണത്തിൽ റോളും കൊടുത്തിരുന്നില്ല. ബലൂചിസ്ഥാന്റെ കാര്യം അങ്ങനെ തന്നെ. ഭയങ്കര റിസോഴ്സ് റിച്ച് ആണ് ബലൂചിസ്ഥാൻ എന്ന് പറഞ്ഞാൽ. ഗ്യാസും പെട്രോളിയം കോളും ഒക്കെ അവിടെയുണ്ട്. ഇതെല്ലാം പാകിസ്ഥാൻ ഊറ്റിയെടുത്ത് പഞ്ചാബ് അല്ലെങ്കിൽ റാവൽപിണ്ടി, ഇസ്ലാമാബാദ് ഈ മേഖലയെല്ലാം അവർ ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷെ ബലൂചിസ്ഥാനിലെ ആൾക്കാർ ഇപ്പോഴും അണ്ടർ ഡെവലപ്ഡ് ആണ്, ഇല്ലിറ്ററേറ്റ് ആണ്, ഹെൽത്ത് വൈസ് അവർ പിന്നോക്കമാണ്, വീടില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, അപ്പൊ ഡെവലപ്മെന്റ് ഇല്ല. അപ്പൊ അവരുടെ റിസോഴ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് ഡെവലപ്മെന്റ് കൊടുക്കാതെ മറ്റിടങ്ങളിൽ ഡെവലപ്മെന്റ് കൊടുക്കുന്നത് അതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം 1947 പാകിസ്ഥാൻ ഇന്ത്യ ഉണ്ടാകുന്ന സമയത്ത് ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനോട് യോജിച്ച് ചേരാൻ റെഡി അല്ലായിരുന്നു. അവരെ കൂട്ടിച്ചേർത്തതാണ് ഫോഴ്സ്ഫുള്ളി. അപ്പൊ അതിന്റെ ഒരു റിസന്റ്മെന്റും ഉണ്ട്. ഇതൊക്കെയാണ് എന്റെ ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നത്തിന്റെ. അപ്പൊ എന്തായാലും ബലൂചിസ്ഥാൻ, ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇതിന്റെ ഒരു സിനോപ്സിസ്. ഇത് വായിച്ചാൽ, ഇതിന്റെ ബേസിൽ വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, പിന്നെ മറ്റു പേജുകളിലേക്ക് പോകുമ്പോ ഇതൊക്കെ ആ മഹാരാഷ്ട്ര വയലൻസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകളാണ്. 6 SC judges set to visit relief camps in Manipur on Saturday. മണിപ്പൂരിലെ റിലീഫ് ക്യാമ്പുകൾ ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ 6 ജഡ്ജിമാര് വിസിറ്റ് ചെയ്യാൻ പോകുന്നു. അതിൽ ജസ്റ്റിസ് BR ഗവായി ആണ് അത് നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റിസ് BR ഗവായി. ഹിസ് നെയിം ഷുഡ് ബി എന്താ പറയുന്നത്, ആക്ച്വലി എല്ലാവരും ആ നെയിം ബൈ ഹാർട്ട് ചെയ്യണം. ബിക്കോസ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ജസ്റ്റിസ് BR ഗവായി ഈസ് ദ ചെയർമാൻ ഓഫ് NALSA. What is NALSA? National Legal Services Authority. National Legal Services Authority, NALSA, and its chairman is Supreme Court Judge Justice Gawai, Justice BR Gawai. Under his leadership, 6 SC judges are going to visit the relief camps in Manipur. അത് നല്ല കാര്യം. പിന്നെ ED searches entities linked to Soros for FEMA violations. FEMA, what is FEMA? Foreign Exchange Management Act. Foreign Exchange Management Act. FEMA violations ന്റെ പേരിൽ ജോർജ് സോറോസ് എന്ന് പറയുന്ന അമേരിക്കൻ ബില്യണറുമായിട്ട് ബന്ധപ്പെട്ട
ഇന്ത്യയിലെ NGOസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് ഇഷ്ടമല്ല ജോർജ് സോറോസിന്. അപ്പം പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനെ പണി കൊടുക്കാൻ അവർ ശ്രമിക്കും. എന്തായാലും ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്നലെ ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയ സ്പീച്ചിനെ കുറിച്ച് ഒരു വലിയ ന്യൂസ് ഉണ്ട്. അദ്ദേഹം കുംഭമേളയൊക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് അതിന്റെ കണ്ടക്ട് ദാറ്റ് വാസ് ആക്ച്വലി മൊണുമെന്റൽ അച്ചീവ്മെന്റ് ഫോർ ദ ഉത്തർപ്രദേശ് ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം അവിടെ ഒരു സ്പീച്ചൊക്കെ നടത്തി. അപ്പം അതേസമയത്ത് മെയിൻ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസിന്റെ ലീഡർ സോണിയാഗാന്ധിയുടെ ഒരു സ്പീച്ചും ഉണ്ടായിരുന്നു, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമുമായിട്ട് ബന്ധപ്പെട്ട്. വാട്ട് ഈസ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം? അതൊരു റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ്. നമുക്കറിയാം 2006 ഇന്ത്യയിൽ 2005 6 ഇന്ത്യയിൽ മൻമോഹൻ സിംഗ് ഗവൺമെന്റ് നടപ്പാക്കിയതാണ്. 100 days ഓഫ് ജോബ് വിൽ ബി പ്രൊവൈഡഡ് ടു റൂറൽ ജോബ്ലെസ് പീപ്പിൾ ആൻഡ് an assured wage also will be given to those people who are working under MGNREGA scheme. But government of India is gradually reducing the importance of the MGNREGA scheme. That is the main criticism of opposition. ഈ MGNREGA സ്കീമിന്റെ ഫണ്ടിങ് ഒക്കെ ഗവൺമെന്റ് കുറയ്ക്കും എന്നുള്ള ഒരു സംഭവമൊക്കെയാണ്. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 86,000 crores ആണ് അതിന്റെ അലോക്കേഷൻ. അത് അഡ്യൂക്കേറ്റ് അല്ല എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇലക്ഷൻ കമ്മീഷൻ സെറ്റ്സ് ബോൾ റോളിംഗ് ഓൺ ലിങ്കിങ് വോട്ടർ ID കാർഡ്സ് വിത്ത് ആധാർ. അപ്പൊ ഈ ഡ്യൂപ്ലിക്കേഷനും എല്ലാം മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എല്ലാവരും ഇനിയിപ്പോ അത് ലിങ്ക് ചെയ്യാൻ പോയിട്ട് വരും ഇതിന്റെ സ്ട്രിക്റ്റ് ആക്കുമ്പോ. പിന്നെ ഇന്ത്യ ടേക്സ് 24th spot ഇൻ ഫ്രീ സ്പീച്ച് സർവേ എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. പക്ഷെ ഞാൻ വായിച്ചു നോക്കിയപ്പോ അത് അമേരിക്കയല്ല, ഒരു ഫ്യൂച്ചർ ഓഫ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയ റാങ്കിങ്. അതിൽ മൊത്തം 33 രാജ്യങ്ങളെ റാങ്ക് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 24th റാങ്ക് എന്ന് പറഞ്ഞാൽ അത്ര നല്ല റാങ്ക് അല്ല. ഞാൻ കരുതി 24th റാങ്ക് എന്ന് പറഞ്ഞാൽ നല്ല റാങ്ക് ആണെന്ന്. ഒരു 150 കൺട്രീസിനെയൊക്കെ റാങ്ക് ചെയ്യുന്ന ഇതുപോലുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ഇതിന് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും ജസ്റ്റ് പറഞ്ഞത്, അത് കാണാനൊന്നും പഠിക്കണ്ട. ഓക്കെ, ഫ്യൂച്ചർ ഓഫ് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഘടനയുടെ ഫ്രീ സ്പീച്ച് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 24. മൊത്തം 33 കൺട്രീസിൽ 24th is the rank of India in the free speech index developed by the future of free speech. Okay, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ US-ന്റെ ഇന്റലിജൻസ് ചീഫായ തുളസി ഗബാർഡ് ഇന്ത്യയിലെ റൈസിന ആ ഡയലോഗില് സംസാരിക്കുന്ന ഫോട്ടോയും അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസും ഒക്കെ കാണാം. റൈസിന ഡയലോഗ് ഓൾറെഡി ഞാൻ പറഞ്ഞാണ്. പിന്നെ പാക്ട് സൈൻ ഫോർ യൂസിംഗ് പാർലമെന്റ് ഡേറ്റ ഫോർ AI മോഡൽ. ഇന്ത്യ ഈസ് ഡെവലപ്പിംഗ് ഇന്ത്യാസ് ഓൺ AI മോഡൽ. ഈ ചാറ്റ് GPT അല്ലെങ്കിൽ ചൈനയുടെ ഡീപ് സീക്ക് ഒക്കെ പോലെ ഇന്ത്യ ഈസ് ആക്ച്വലി ഡെവലപ്പിംഗ് അവർ ഓൺ AI മോഡൽ. ഫോർ ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് എ മിഷൻ ഇൻ ആർട്ടിഫിഷ്യൽ AI മിഷൻ എന്ന് പറയും, ഇന്ത്യയുടെ AI മിഷൻ. അതിന്റെ ഭാഗമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ഡേറ്റാസ് ഒക്കെ ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുക. 14,000 ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റ്സ് ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരുക്കി കൊടുത്തു. അതിനെക്കുറിച്ച് അശ്വനി വൈഷ്ണവ്, ഹീസ് ദ IT ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ പുള്ളിയാണ് എന്റെ റെസ്പോൺസിബിൾ മിനിസ്റ്റർ. ഇന്നലെ പാർലമെന്റിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതിനെ കുറിച്ചൊരു ന്യൂസ് അവിടെ കാണാം. പിന്നെ പാക് ഷുഡ് വെക്കേറ്റ് ഇന്ത്യൻ ടെറിട്ടറി അണ്ടർ ഇറ്റ്സ് ഇല്ലീഗൽ ഫോഴ്സിബിൾ ഓക്യുപ്പേഷൻ എന്നൊക്കെ ജയശങ്കർ പറഞ്ഞിട്ടുണ്ട്. അതായത് യുദ്ധം വഴി അല്ലാതെ ഒരിക്കലും അത് നടക്കൂല. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ ആണല്ലോ പാകിസ്ഥാൻ ഇന്ത്യന്ന് ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്ന, ഇല്ലീഗൽ ആയിട്ട് ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്ന ടെറിട്ടറി ഇന്ത്യ പറയുന്നത്. ബാക്കി പാകിസ്ഥാന്റെ കയ്യിൽ ടെറിട്ടറി ഒന്നും ഇല്ല ഇന്ത്യയുടെ. പാക് ഒക്യുപ്പൈഡ് കാശ്മീർ അത് എത്രയും പെട്ടെന്ന് പാകിസ്ഥാൻ വെക്കേറ്റ് ചെയ്യണമെന്നാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അവർ വെക്കേറ്റ് ചെയ്യോ? അവർ ഇന്ത്യയുടെ കയ്യിരിക്കുന്ന കാശ്മീരും കൂടെ അവരെയാണെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, പിന്നെ ഇന്നലെ ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റ് കുറെ നാളിന് ശേഷം ഒന്ന് നന്നായിട്ട് മുകളിലേക്ക് പോയി. സ്റ്റോക്ക് മാർക്കറ്റ് സെൻസെക്സും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആയ സെൻസെക്സ്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആയ നിഫ്റ്റിയൊക്കെ ഫ്രീ ഫോളിലായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട്. പിന്നെ LIC, ഇന്ത്യയുടെ ബിഗ്ഗസ്റ്റ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി അക്വയർ ചെയ്യാൻ പോയാണെന്ന് അവർ പറയുന്നു. പക്ഷെ അത് ഏത് കമ്പനി അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. സോ അതിനെക്കുറിച്ച് നമ്മൾ ഇപ്പം തൽക്കാലം ഒന്നും വായിക്കണ്ട. കാരണം അത് അവർ പറയും ഭാവിയിൽ. LIC is the biggest insurance company of India and its CEO is Siddharth Mohanty. പിന്നെ
സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യ സ്റ്റോക്ക് മാർക്കറ്റ് റെഗുലേറ്റർ ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് തുഹിൻ കാന്ത പാണ്ഡ. പിന്നെ S&P യെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഓഫ് ദ വേൾഡ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഏജൻസീസ് ഉണ്ട്. S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ, മൂഡീസ്, ഫിച്ച്, ഇതെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ആണ്. S&P, മൂഡീസ്, ഫിച്ച്, ഇവരെല്ലാം. NBFC എന്ന് പറഞ്ഞാൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ് ആണ്. ഇന്ത്യയുടെ എക്കണോമിക് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്. ദേ ആർ നോട്ട് ബാങ്ക്സ് ബട്ട് ദേ ക്യാൻ പെർഫോം സം ഫങ്ഷൻസ് ഓഫ് ബാങ്ക്സ്. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് ഷാഡോ ബാങ്ക്സ്. ഇപ്പൊ NBFCസിനെ ഷാഡോ ബാങ്ക്സ് എന്ന് പറയാറുണ്ട്. എക്സാമ്പിൾ മുത്തൂറ്റ്, മണപ്പുറം, ഇങ്ങനെയൊക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഞാൻ പറഞ്ഞില്ലേ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി വേറെണ്ണം മൂഡീസ്, അതിന്റെ പേര് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പൊ അതൊക്കെയാണ് ഈ പേജിൽ പറയാനുള്ളത്. അതിനടുത്ത പേജ് ഇപ്പൊ ഇന്റർനാഷണൽ പേജിൽ ഇസ്രായേല് ഗാസയിൽ ഇപ്പൊ നടത്തിയ അറ്റാക്സിൽ യുണൈറ്റഡ് നേഷൻസിന്റെ ചീഫ് അന്റോണിയോ ഗുട്ടേഴ്സ് ഷോക്ക് രേഖപ്പെടുത്തിയാണ്. UN ചീഫ് ആരാണ്? അന്റോണിയോ ഗുട്ടേഴ്സ്. പിന്നെ ലണ്ടൻ വിസിറ്റ് ചെയ്യുന്നു, UK വിസിറ്റ് ചെയ്യുന്നു കാനഡയുടെ പുതിയ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി. ഹി വാസ് ഇൻ ഫ്രാൻസ് yesterday. Yesterday's newspaper featured a photograph of Mark Carney with Emmanuel Macron, the president of France, and after that he went to UK and he met British Prime Minister Keir Starmer. He is the Prime Minister of UK. പിന്നെ അതൊക്കെ തന്നെയാണ് അവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഹൂതീസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് US കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൂതീസിന് അറിയാലോ, യമനിലെ മിലിഷ്യ ഗ്രൂപ്പാണ് ഹൂതീസ്. ഇന്നലെ അതിനെ കുറിച്ച് പറഞ്ഞാണ്. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഇറാൻ സപ്പോർട്ട് ചെയ്യുന്ന മിലിഷ്യ ഓർഗനൈസേഷൻ. വൺ അമംഗ് ദം ഈസ് ഹൂതീസ് ആൻഡ് ഈ US സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ഹൂതി ഫെസിലിറ്റീസ് ഫ്രം ഡേ ബിഫോർ യെസ്റ്റർഡേ ഓൺവേർഡ്സ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നെക്സ്റ്റ് പേജ് സ്പോർട്സിൽ അങ്ങനെ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനില്ല. IPL തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേൾഡ് നമ്പർ 1 പ്ലെയർ ജാനിക് സിന്നറിനെ കുറിച്ച്, ഒരു വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആണ് ജാനിക് സിന്നർ. അദ്ദേഹത്തിനെ കുറിച്ചൊരു വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ ജാനിക് സിന്നറിനെ കുറിച്ചൊരു ന്യൂസ് ഒക്കെ അവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു. ബാക്കി നാളെ. താങ്ക് യു.